എല്ലാ കാലത്തും എന്നെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പെണ്ണെന്താ തലയിൽ വെളിച്ചെണ്ണയൊന്നും തേക്കില്ല, ഉയ്യന്റെ ദേവേ ഈ തല നോക്കിയ. ഇങ്ങനെയുള്ള വാക്ക് എന്നെ പോലെ കേളി ഹെയർ ഉള്ളവരെ മാത്രം കേൾക്കുന്ന ഒരു കാര്യം. സത്യം പറഞ്ഞ 1.5 ലിറ്റർ വെളിച്ചെണ്ണ എടുത്ത് എന്റെ തലയിൽ കമത്തിയാലും കാണുമ്പോൾ എണ്ണ തേച്ചെന്നുള്ളൊരു ഫീല് പോലും തോന്നില്ല. എല്ലാ ദിവസവും തലയിൽ എണ്ണ തേച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പക്ഷെ കാണുന്ന ഒരാൾക്കും അതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഹെയർ ഫോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പേഴ്സൺ ആയിരുന്നു. PCOD എന്ന് പറയുന്ന സാധനം വന്നതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് എനിക്ക് കൊളാബ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ എൻ്റെ കൈ കിട്ടിയത്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ജെനുവിൻ റിവ്യൂ മാത്രമേ പറയൂ, അതിനുശേഷം നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു. എന്തായാലും യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയാണ്. എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് കൺട്രോളായി, മുടി പൊരിച്ചൽ നിന്നു എന്നല്ല, നല്ലോണം കുറഞ്ഞു. പിന്നെ ബേബി ഹെയർസ് അത്യാവശ്യം എനിക്ക് നല്ലോണം ഉണ്ട്. ഈ കേളി ഹെയർസിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ, ബേബി ഹെയർസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഇതിൽ കണ്ട ഈ ചെറുപയർ പ്രയോഗം എന്ന് വെച്ചാൽ, തലേന്ന് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്ന ചെറുപയർ പിറ്റേ ദിവസം അരക്കുമ്പം അതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അരക്കും. ഇങ്ങനെയല്ല പൊടിച്ചിട്ടും യൂസ് ചെയ്യുന്നവരുണ്ടാവും. ഇത് ഞാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ്, ആരൊന്നും വിചാരിക്കണ്ട. എന്തായാലും ഈ വെളിച്ചെണ്ണ തേച്ചവിടെ കുളിക്കുന്നവരോടൊന്നും നടക്കില്ല. 1.5-2 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന പണികൾക്ക് ശേഷം മാത്രമേ എൻ്റെ കുളിയും പരിപാടിയെല്ലാം നടക്കൂ. കാരണം എന്നാലേ ഹെയറിൽ നല്ലോണം ഓയിൽ പിടിക്കൂ. അപ്പം നമ്മുടെ മുടി നല്ല സോഫ്റ്റാവും. ഇത് യൂസ് ചെയ്തിട്ട് ഡ്രൈനസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ആ ഒരു ഡ്രൈനസ് കുറക്കാൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം ചെറുപയർ തേക്കലും പരിപാടികളെല്ലാം തേച്ച് മുടിയെല്ലാം കഴുകി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ചെറുപയറിൻ്റെ ചെറിയ പൊടീൻ്റെ തരി പോലെ എല്ലാം ഉണ്ടാവും. നന്നായിട്ട് കോംബ് ചെയ്താൽ അത് പോവും. അത് വലിയൊരു പ്രശ്നമൊന്നുമല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്കത് ബെറ്റർ ആയിട്ട് തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പരിപാടി കേട്ടോ. അങ്ങനെ ഇന്നത്തെ എണ്ണ തേപ്പും പരിപാടികളെല്ലാം കഴിഞ്ഞ് കുളിക്കാനുള്ള ഇതാണ്. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോൾ ഹെയർ കോംബ് ചെയ്യും. ആ സമയത്ത് കോംബ് ചെയ്യുമ്പോൾ കുറച്ച് ഈസിയാണ് മുടി വാരാൻ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഓക്കെ, ബൈ.